ഹലോ കൊക്കോസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി സാധനമാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. എന്താണെന്നല്ലേ? പബ്ജിയെക്കാളും കോൾ ഓഫ് ഡ്യൂട്ടിയെക്കാളും ഫ്രീ ഫയറിനേക്കാളും അടിപൊളി ഗ്രാഫിക്സ് ഉള്ള എന്നാൽ ഗ്ലിച്ചും ഇല്ലാത്ത ഒരു പുതിയ ഗെയിം കാണിച്ചാൽ. ഇതാണ് ഞാൻ പറഞ്ഞ ഗെയിം. നിങ്ങളിതിൻ്റെ സൗണ്ടും ഗ്രാഫിക്സും ഇൻപ്ലേയും എല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ചു നോക്കണം. അറേന ബ്രേക്കൗട്ട്, ഇതാണ് ഞാൻ പറഞ്ഞ ഗെയിം. പബ്ജി ഫ്രീ ഫയറിനേക്കാളും ഏറ്റവും കൂടുതൽ ഗ്രാഫിക്സ് ഉള്ള ഒരു ഗെയിമാണിത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്റ്റോറി മോഡ്. സ്റ്റോറി മോഡിൽ ഇത്രയും ഡീറ്റെയിലിംഗ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇൻ ഗെയിമിൽ ഇത്രയും ഡീറ്റെയിലിംഗ് കാണില്ല എന്ന്. പക്ഷെ നമുക്ക് നോക്കാം. People are everywhere. I got eyes on bodies too. Just some basic supplies. They must be locals. Patrol. Pick a target and concentrate fire. Threat eliminated. Move out. Wolf, you're our spotter. Recon the motel. Understood. What a mess. Freshen up, rookie. സ്റ്റോറി മോഡ് കഴിഞ്ഞു. ഇനി നമുക്ക് ഗെയിമിലോട്ട് പോവാം. ഇവിടെ നമ്മൾ ക്യാരക്ടറിനെ ബിൽഡ് ചെയ്യുന്നതാണ്. ഇത് മാത്രമല്ല, പ്രീ ലോഡ് ഔട്ട് കോൾ ഓഫ് ഡ്യൂട്ടി ഗെയിം പോലെ നമുക്ക് ഇതിലും സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഗെയിമിലോട്ട് പോവാം. ഇപ്പോൾ ഒരുപാട് മാപ്പ് ഉണ്ട്. അതിൽ എനിക്ക് അൺലോക്ക് ആയ മാപ്പാണ് ഞാൻ സെലക്ട് ചെയ്തത്. ഞാനിവിടെ ജർമ്മനിയിലായതുകൊണ്ട് എൻ്റെത് ജർമ്മൻ ഫ്ലാഗാണ് കൊടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത് 2v സ്ക്വാഡാണ്. അപ്പം എൻ്റെ ടീംമേറ്റിനെ സെർവർ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്ത് തരും. ഇതാണ് ഇൻ പ്ലേ ഗെയിം. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഇതിൽ പ്രത്യേകിച്ച് ഗ്ലിച്ചോ ഒന്നും കാണാനില്ല. നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ഗ്രാഫിക്സും സൗണ്ടും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് നമ്മളെ ടീംമേറ്റുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്നൊരു ഓപ്ഷനാണ്. അത് നമ്മുടെ പബ്ജിയിലും ഫ്രീ ഫയറിലും എല്ലാം ഉള്ളതുപോലെ തന്നെയാണ്.
ഇതാണ് നമ്മുടെ എക്സ്ട്രാക്ഷൻ പോയിന്റ്. ഫുൾ ലൂട്ട് കഴിയുമ്പോൾ നമ്മൾ ഇവിടെ വന്ന് നിൽക്കണം. അപ്പോഴേക്കും ഗെയിം തീരും. ഇത്രയും കണ്ട സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയും, എങ്ങനെയുണ്ട് ഗെയിം? അടിപൊളിയല്ലേ? പബ്ജി ഫ്രീ ഫയറിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ ഗ്രാഫിക്സ് ഉള്ളത് ഈ ഗെയിമിനാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇത് ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടില്ല. ഉടനെ ലോഞ്ച് ചെയ്യും എന്നാണ് എൻ്റെ ഒരു അറിവ്. ഇതിലെനിക്ക് അത്ഭുതകരമായി തോന്നിയ വേറൊരു ഫീച്ചറുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വേറൊന്നുമല്ല, നമുക്ക് ഗെയിം കളിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഡയറക്റ്റായിട്ട് ഡിസ്കോഡ്, യൂട്യൂബ്, ഫേസ്ബുക്കിലായിട്ട് വേറെ ആപ്പൊന്നുമില്ല, നമുക്ക് ലൈവായിട്ട് സ്ട്രീം ചെയ്യാൻ പറ്റും. ഇതിനേക്കാളും നല്ല മൊബൈൽ ഗെയിം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ ഒരു ദിവസം ഈ ഗെയിമിൽ കൂടുതൽ പഠിച്ചിട്ട് ഒരു ദിവസം ലൈവ് ഇടുന്നതായിരിക്കും. അപ്പോൾ ആരും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും ഓടി വന്ന് കമൻറ്റ് ചെയ്തോ. അത്രയേ ഉള്ളൂ ഇന്നത്തേക്ക്. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയി വീണ്ടും വരുന്നതായിരിക്കും. ചൂസ്.